വഴി തെറ്റിയപ്പോ വഴി കാണിച്ചു തരണേ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു, അദ്ദേഹത്തിന് വഴി തെളിഞ്ഞു എന്നൊരു സംഭവമുണ്ട്. അത് സ്വഹീഹാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൽ തെളിവില്ല. ഇതുപോലെ മറുപടി സുബ്ഹാനല്ലാഹ്, ഒരു ദൃഷ്ടാന്തം പോലെ ഇന്നും അത് ബാക്കിയായി. കേട്ടോളൂ നിങ്ങൾ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹജ്ജിന് നടന്നു പോകുന്ന സന്ദർഭത്തിൽ വഴിതെറ്റിപ്പോവുകയും ആ സന്ദർഭത്തിൽ മരണപ്പെട്ടവരെ വിളിച്ച് സഹായം തേടിയതായി ഇമാം ഇബ്നു കസീർ ബിദായയിൽ പറയുന്നുണ്ടല്ലോ. വഴിതെറ്റിയാൽ ഇങ്ങനെ വിളിച്ചു തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി സഹിയായ ഹദീസിലും കാണാം. യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന്. മൗലവിക്ക് എന്ത് പറയാനുണ്ട്? മൗലവിക്ക് കുറെ പറയാനുള്ളത് ഒന്ന്, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന് പോകുമ്പോ വഴിതെറ്റിയപ്പോ മഹാത്മാക്കളായ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് ഇബ്നു കസീറിലുണ്ട് എന്നാ പറഞ്ഞ്. പച്ച കളവാണ്. അങ്ങനെ ഇബ്നു കസീറിലില്ല. പിന്നെന്തുണ്ടായി? ആ റിപ്പോർട്ട് തന്നെ നേരാണെങ്കിൽ അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഹജ്ജിന് പോകാറുണ്ട്. ഒരിക്കലും ഇങ്ങനെ നടന്ന് ഹജ്ജിന് പോകുമ്പോ വഴി അറിയാതായപ്പോ, നമ്മളുടെ ഒരു സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോ വഴി അറിയില്ലെങ്കിൽ വഴി അറിയുന്നവരാരെങ്കിലും ഉണ്ടോ എന്നൊരു വിളി വിളിച്ച്, ആരാണ് കേൾക്കണമെങ്കിൽ വന്നിട്ട് വഴി കാണിച്ചു കൊടുക്കണം, പരിചയമില്ലാത്ത നാടാണ്. അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അവിടെ വഴി ശരിക്കും മനസ്സിലാവുകയും ചെയ്തു. ഇതേ ബിദായയിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ സനദോ മറ്റ് കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ പറയുന്നത്. ഉണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല. പക്ഷേ അത് മരണപ്പെട്ട വരാതിക്കോടുകൂടി അവിടെ വഴി ശരിക്കും മനസ്സിലാവുകയും ചെയ്തു. ഇതേ ബിദായയിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ സനദോ മറ്റ് കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ പറയുന്നത്. ഉണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല. പക്ഷേ അത് സനദോ മറ്റ് കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ പറയുന്നത്. ഉണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല. പക്ഷേ അത് സനദോ മറ്റ് കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ പറയുന്നത്. ഉണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല. പക്ഷേ അത് മരണപ്പെട്ട ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖയില്ല. ഇനി നിങ്ങൾ ആരെയൊക്കെ മുശ്രിക്കാക്കുക? അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വഴി തെളിഞ്ഞും ചെയ്തു എന്നാണ്. നിങ്ങൾ വല്ല സഹായം ഉദ്ദേശിച്ചാൽ സഹായിക്കേ എന്ന് പറയാ. അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടേണെങ്കിൽ ഹദീസ് ശരിയാണെങ്കിൽ ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ മണ്ടിയൊരേന്ന് പറയും, ഇന്നെ രക്ഷിക്കോന്ന് പറയും, ഇന്നെ സഹായിക്കേ എന്ന് പറയാ. അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടേണെങ്കിൽ ഹദീസ് ശരിയാണെങ്കിൽ ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ മണ്ടിയൊരേന്ന് പറയും, ഇന്നെ രക്ഷിക്കോ വന്നോട്ടേണെങ്കിൽ ഹദീസ് ശരിയാണെങ്കിൽ ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ മണ്ടിയൊരേന്ന് പറയും, ഇന്നെ രക്ഷിക്കോന്ന് പറയും. ആരോടെയുമില്ല, കേൾക്കണവർക്ക് ആർക്കും വന്നോട്ടേണെങ്കിൽ ഹദീസ് ശരിയാണെങ്കിൽ ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ മണ്ടിയൊരേന്ന് പറയും, ഇന്നെ രക്ഷിക്കോന്ന് പറയും. ആരോടെയുമില്ല, കേൾക്കണവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്താം. അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടേണെങ്കിൽ ഹദീസ് ശരിയാണെങ്കിൽ ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ മണ്ടിയൊരേന്ന് പറയും, ഇന്നെ രക്ഷിക്കോന്ന് പറയും. ആരോടെയുമില്ല, കേൾക്കണവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്താം. അതിലപ്പുറം മരണപ്പെട്ടു പോയ മഹാത്മാക്കളെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ചുവന്നോ വിളിക്കാനോ ഇനി ഹദീസ് സഹിയാണ് ആരെങ്കിലും ഉരുണ്ട് തരണ്ട് ഒപ്പിച്ചാൽ തന്നെ അത് തെളിവല്ല. ഹദീസാണെങ്കിൽ അത് തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ലഈഫുമാണ് എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു ലഈഫായ ഹദീസാണ്